നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാവരും ഇവിടെ എത്തിയതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒത്തിരി സന്തോഷം. പിന്നെ ഇന്ന് അച്ഛന്റെ 75ാമത്തെ ജന്മദിനാഘോഷമാണ് നമുക്ക് ചെയ്യുന്നത്. അച്ഛൻ നടുവണ്ണൂർ എടവനപ്പുറത്ത് ഞങ്ങളുടെ കുടുംബാംഗവും അച്ഛന്റെ ഇളയച്ഛനും മുൻ അധ്യാപകനുമായ ശ്രീ രാഘവൻ നായരെ അച്ഛനെ പൊന്നാട അണിയിക്കാനായിട്ട് അക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആചാരങ്ങൾ 60 വയസ്സ് കഴിഞ്ഞവരെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതന്ന് സമൂഹത്തിലെ യോഗ്യന്മാരെയൊക്കെയാണ്. അതായത് കണാറിനെയും ദയ്യോനെയും പറായിനെയും ഒന്നും ആരും ഷഷ്ടിപൂർത്തി ആഘോഷിക്കൽ അന്നില്ല. ഇപ്പോൾ ഷഷ്ടിപൂർത്തി ആഘോഷമൊന്നുമില്ല. ആരെയും കാക്കലുണ്ടോ? ഇപ്പൊക്കെ നവതി ആഘോഷിക്കലാണ്. 90 വയസ്സായ ആൾക്കാർ ആചരിക്കുന്ന ഒരു ചടങ്ങാണ് നാട്ടിലെ കുടുംബം. പൊരൂരിൽ നടന്നു പോകണം. പൊരൂരിൽ വെച്ചാൽ വലിയ പുഴയുടെ തീരത്താണ്. വെള്ളപ്പൊക്കം മഴക്കാലത്താണ് വെള്ളപ്പൊക്കം കൊണ്ട് കഴിയാണ്. അവൻ തോണിയിൽ പോകണം. അങ്ങനെയാണ് വടക്കുംപാട് സ്കൂളിൽ പോയത്. ത്യാഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ഓർമ്മകൾ പഴയ കാലത്ത് ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത്രയും വലിയ ബുദ്ധിമുട്ട് തരണം ചെയ്തുകൊണ്ടായിരുന്നു രാഘവൻ മാഷയുടെ ചെറുപ്പകാലത്തെ ജീവിതം. ആ ചെറുപ്പകാലത്തെ ജീവിതം ആദ്യമായി രാഘവൻ മാഷ് രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ കടിയങ്ങാട് രാഘവൻ മാഷായിരുന്നു. ആ കടിയങ്ങാട് രാഘവൻ മാഷയുടെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി അവരുടെ അമ്പലത്തിൽ നിന്ന് അങ്ങ് നിർബന്ധമായി പോകണമെന്ന് അദ്ദേഹത്തിനില്ല. കാരണം നിങ്ങൾ നല്ല കർമ്മം ചെയ്താൽ മതി, നിങ്ങളുടെ കുഴപ്പമില്ല, ദൈവം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ തത്വസംഹിത, ജവഹർലാൽ നെഹ്റുവിൻ്റെ മാനദണ്ഡം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പോളിസിയാണ് ശ്രീ കെ വി രാഘവൻ മാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടത്തുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല ആളല്ല. പക്ഷേ മക്കൾ പറഞ്ഞപ്പോൾ നടത്തി. അതായത് മക്കളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ നടത്തിയ സേവനം, നിങ്ങൾ ഞങ്ങളെല്ലാം വിളിച്ചു. നിങ്ങളുടെ രാഘവൻ മാഷയുടെ ഇളയ മകൻ എന്നോട് പറഞ്ഞു, നമ്മൾ വലിയ സന്തോഷമനെ എനിക്കും തോന്നിയല്ലോ. ഇന്നേറെ തലമുറ നമ്മളൊന്നും ആരും ശ്രദ്ധിക്കില്ല. കൃഷ്ണമാഷ് 90 വയസ്സായി. കൃഷ്ണമാഷ മക്കൾ ചോദിക്കും നമുക്കൊന്നും നഷ്ടമൊന്നുമില്ല. ആർക്കുണ്ടായില്ല. ഞാൻ പറഞ്ഞ സൂചിപ്പിച്ച ഉദാഹരണം പറഞ്ഞോളൂ. മക്കളെ അഭിനന്ദിക്കുക. നിങ്ങൾ നടത്തിയ സേവനം, നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം വിളിച്ച് കുറച്ചുകൂടി നമുക്ക് നന്നാക്കായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ നമുക്ക് കുറേ ആൾക്കാരെയും വിളിക്കേണ്ടേ, പക്ഷെ നമ്മൾ വിളിച്ചിട്ടില്ല. എന്നാലും വന്നാൽ തന്നെ വലിയ സദസ്സാണ്. ഇത് വലിയ പാൽപ്പായസം കുടിക്കുന്ന തുല്യാണ്. ഇതാ നിങ്ങൾ നടത്തിയ ഈ മക്കളോട് ഒരിക്കലും വല്ലാത്തൊരു കടപ്പാട് നമുക്കുണ്ട്. കെ വി രാഘവൻ മാഷെ പോലുള്ള നല്ല മനുഷ്യന്, കെ വി രാഘവൻ മാഷെ പോലുള്ള ദീർഘവീക്ഷണ രാഷ്ട്രീയ നേതാവിന് ഇതേപോലുള്ള ഒരു സംഗമം നടത്തുവാൻ ഈ മക്കളും ചെറിയ മക്കളും എല്ലാം കൂടി നടത്തിയതിന് എത്രയും കൂടുതൽ സന്തോഷിക്കുന്നു. നിങ്ങളോട് അഭിവാദ്യം ചെയ്യുന്നു. നാളെയും ഇതെല്ലാവർക്കും പാഠമായിരിക്കണം. നമ്മളെല്ലാം വയസ്സന്മാരാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തരണം എന്ന് നമ്മളെ മക്കളോടും മരുമക്കളോടും ബന്ധുക്കളോടും നാട്ടുകാരോടെല്ലാം നമ്മൾ പറയുകയാണ്. എല്ലാവർക്കും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത്രയും കാലത്തെ സേവനത്തിന് ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ 65 വയസ്സ് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്തിരുന്നു. ശാന്ത ഗംഭീരമാണ് ഈ സദസ്സ്. ബഹുമാന്യനായ കെ വി രാഘവൻ മാസ്റ്റർ തൻ്റെ ജീവിതത്തിലെ 7.5 പതിറ്റാണ്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ബാലനാരായണൻ നവതി ആഘോഷിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നും ഞാൻ അന്നുണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കണമെന്ന് കുടുംബാംഗങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് അന്ന് ഇതിനേക്കാൾ ഗംഭീരമായ ഭക്ഷണവും ഇതിനേക്കാൾ ഗംഭീരമായ മധുര പലഹാരവുമൊക്കെ കൊടുക്കാനും നമുക്ക് കഴിയുമാറാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരകരമായ ഒരു സായാഹ്നങ്ങൾ കുറച്ച് ദിവസം മുമ്പ് രാത്രിയിൽ ഞാൻ അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് കോള് വന്നു. എന്നോട് പറഞ്ഞു കെ വി രാഘവൻ മാസ്റ്റർ മകനാണ്,
അച്ഛൻ്റെ 75-ാം ജന്മദിനം ഞങ്ങൾ മക്കളൊന്ന് ആഘോഷിക്കുന്നുണ്ട് ചെറിയ തോതിൽ. അതുകൊണ്ട് നിങ്ങൾ ആ ചടങ്ങിലുണ്ടാകണം എന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്, നിർബന്ധമായും വരണം എന്ന് പറയുന്നത്. എനിക്കേറെ സന്തോഷം തോന്നി. കാരണം ഒരര നൂറ്റാണ്ട് കാലത്തിലപ്പുറമുള്ള ബന്ധം ഞാൻ രാഘവൻ മാസ്റ്റർ തമ്മിലുണ്ട്. രാഘവൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. വിട്ടുവീഴ്ച ഉണ്ടാവില്ല രാഘവൻ മാസ്റ്റർ തീരുമാനമെടുത്താൽ. ഈ ഗ്രൂപ്പൊക്കെ കളിക്ക് വത്തിക്കാലത്തെ ഗ്രൂപ്പ് കളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. രാഘവൻ മാസ്റ്റർ അദ്ദേഹത്തിന് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഒരു കടുകിട വിട്ടുവീഴ്ചയ്ക്ക് രാഘവൻ മാസ്റ്റർ രാഷ്ട്രീയ പ്രവർത്തകന് പക്ഷേ പാടില്ലാത്തായിരിക്കും, പറ്റാത്തായിരിക്കും അത്. പക്ഷെ മാഷിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ 100% നമുക്ക് വിശ്വസിക്കാവുന്ന ആത്മാർത്ഥത പുലർത്തുന്ന ഒരു നമ്മളോടൊപ്പം ഒരു ചെറുപ്പക്കാരനായിട്ട് യുവത്വത്തിൻ്റെ ഒരു മനസ്സ് ഇവിടെയൊക്കെ വരുമ്പോൾ സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ CH അബ്ദുല്ല അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ ആ പഴയ കഥകളൊക്കെ ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും രാഘവൻ മാസ്റ്റർ മനസ്സിൽ ആ ചെറുപ്പത്തിൻ്റെ ഒരു ഊർജവും ആ ചൈതന്യമൊക്കെ ഉണ്ട്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 75-ാം ജന്മദിനം ആയിട്ടില്ല, ഒരു അഡ്വാൻസ് ആയിട്ടാണ് മക്കളിത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. എന്തായിരുന്നാലും ഇത്തരമൊരു ചെറിയ എങ്കിലും ലളിതമെങ്കിലും മനോഹരമായ ഈ ചടങ്ങ് സംഘടിപ്പിച്ച രാഘവൻ മാസ്റ്റർ കുടുംബാംഗങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രാഘവൻ മാസ്റ്റർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ചരിത്രവും ഒക്കെ ബാലാജി സൂചിപ്പിച്ചു. ഈ വാർഡിൽ തന്നെ ഉണ്ടായിരുന്ന കടിയങ്ങാട് രാഘവൻ മാഷ്, സഹദേവേട്ടൻ, ശങ്കരവക്കീൽ, നേരത്തെ കാവിൽപ്പി പറഞ്ഞതുപോലെ രാഘവൻ മാഷൻ ശങ്കരവക്കീലിൻ്റെ അനുജനാണ് ബാലാജിയെങ്കിലും അവർ 4 പേരായിരുന്നു ഈ പഞ്ചായത്തിലും ഈ നിയോജക മണ്ഡലത്തിലും പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ധീരമായി പ്രവർത്തിച്ച നേതാക്കൾ. അതുകൊണ്ട് തന്നെ അവരെ പ്രവർത്തന ശൈലിയെക്കുറിച്ചോ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ചോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ രാഘവൻ മാഷ് മഹാഭാഗ്യവാനാണ്. നേരത്തെ SP സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ 3 ആൺകുട്ടികളും ഒരു സഹോദരി. അവർക്ക് 3 ആൾക്കും 3 ഭാര്യമാർ, പെങ്ങൾക്ക് ഒരു ഭർത്താവ്. ഇവർ മിടുക്കന്മാരായി രാഘവൻ മാഷെ കൊണ്ട് നടക്കുകയും അദ്ദേഹം ഉടുത്ത മുണ്ടും ഷർട്ടും ഞാനിവിടെ 2 മണിക്ക് എത്തി. ഞാനും മാഷെ ഒരു കുഞ്ഞിക്കണ്ണ മാഷ്. ഞാൻ ഈ സംഭവം ഈ ചടങ്ങിൽ രാഘവൻ മാഷെ കണ്ട് രോഗ്യം പറഞ്ഞൊരു 10 മിനിറ്റ് ഇരുന്ന് പോകണം എന്നാഗ്രഹിച്ച് വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് രാഘവൻ മാഷ് പറഞ്ഞു ഇന്ന് ഫുള്ളായിട്ട് ഇവിടെ വേണോ. ഞാൻ പറഞ്ഞു എനിക്കൊരു 4-4:30 മണിക്ക് എനിക്കൊരു സ്ഥലത്ത് പോകണം കോഴിക്കോട്ട്, അതുകൊണ്ട് ഞാൻ എന്നൊന്ന് വല്ല കഴിച്ചിലാക്കണമെന്ന്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിക്കണ്ണ മാഷയെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം തിരിച്ചു. അപ്പം ഭക്ഷണം കഴിച്ചപാട് പോകുന്നത് ശരിയല്ല എന്നിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇത്രയേറെ വലിയ ചടങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചൊരു ലോക്യം പറഞ്ഞ് പോകാം എന്ന് നിലക്കാൻ ഞാൻ വന്ന് നോക്കുമ്പോഴാണ് ഈ ചടങ്ങ് ഇത്രയേറെ വലിയ പ്രൗഢിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ സഹപ്രവർത്തകന്മാരെയും കൂടെ പ്രവർത്തിച്ച ആളുകളെയൊക്കെ ഇങ്ങനെ ക്ഷണിച്ചിരുത്തി 75-ാം ജന്മദിനം ഇങ്ങനെ കൊണ്ടാടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഭാഗ്യമുള്ള രാഘവൻ മാഷ എന്ന് പറയാൻ കാരണം ഇങ്ങനെ കൊണ്ടാടാൻ രാഘവൻ മാഷിക്ക് ഇത്ര മിടുക്കന്മാരായ 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും, ആ കുട്ടികളുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും, അവരെങ്ങനെ അച്ഛൻ എന്നും പറഞ്ഞ് അതിലൊരുത്തിയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അവളുടെ പേരെനിക്ക് അറിഞ്ഞൂടെ, തൃശ്ശൂർക്കാരില്ല. ഞാനപ്പോൾ പറഞ്ഞത് തീർത്തോളം നോക്കിയില്ല. അപ്പോൾ അത് മുഴുവൻ നോക്കുന്ന പറയുമ്പോൾ പിന്നെ അധ്യക്ഷൻ ബാലാജിയായി, നമ്മളെ ചാൻസും പോയി, ബാലാജി വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മിടുക്കന്മാരായ മക്കളെ സ്നേഹവും വാത്സല്യവും അത് ഇന്ന് വേറെ ആർക്കുമില്ല. എനിക്കറിയാം ഞാൻ അനുഭവിക്കുന്ന വിഷമം. ഇന്ന് ബാലാജിക്ക് ഒരു കുട്ടിയാണല്ലോ, എനിക്ക് 2 ആളുള്ളത്, എനിക്കൊരു മോനേ ഇപ്പോഴുള്ളൂ. അപ്പം മക്കളില്ലാത്തതിൻ്റെ ഒരു വിഷമം ഇന്നത്തെ തലമുറയ്ക്ക് പല ആളുകൾക്കും ഒരു മോനും ഒരു മോളൊക്കെ ഉണ്ടാവും. വർത്തമാനം പറയാൻ ആളില്ലാത്തൊരവസ്ഥയാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോണ്ടാവുന്നൊരവസ്ഥ. ഒന്ന് മക്കളെ കൂടെ ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഭാര്യ മാത്രം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പം 3-4 മക്കളും അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ടായി സംസാരിക്കുന്നൊരു ഓരോരുത്തരുടെ ഞാൻ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അസൂയപ്പെടും. കാരണം ആളില്ലാത്തതിൻ്റെ വിഷമം, മക്കളില്ലാത്തതിൻ്റെ അതിൻ്റെ വേദന അത് രാഘവൻ മാഷിക്ക് ഉണ്ടായില്ല. രാഘവൻ മാഷിക്ക് ഒരു ചെറിയ വേദന ഉണ്ടായിപ്പോയി, അത് പിന്നെ വിധിക്ക് രക്ഷയില്ല. അതല്ലാത്ത ഒരു കാര്യത്തിലും വിഷമമില്ലാത്ത നിഷ്കളങ്കനായ സത്യസന്ധനായ ഒരു സംഗതി ഏറ്റെടുത്താൽ അത് എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നടന്ന്
കുസാതെ എടുത്തും വലത്തും നോക്കാതെ പോയി അത് മുഴുമിച്ചെടുക്കുന്ന ഒരു ശക്തമായ ഒരു നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ കെ വി രാവു മാഷ്. അദ്ദേഹത്തിൻ്റെ സേവനവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സഹായവും ഈ പ്രദേശത്തുകാർക്ക് ലഭിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്. ബാലാജി, ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ എൻ്റെ നമ്പർ ഒന്ന് കിട്ടി? ഓരോട് നാട്ടിലില്ല, ഈ കേരളത്തിലുണ്ടോ എന്നെ സംശയം എന്നെ വിളിച്ചു. എനിക്ക് തോന്നുന്നു വിളിച്ച് നിങ്ങൾ നിർബന്ധമായി ഇപ്പം ഞാൻ വരണോ എന്ന് അവനോട് ഞാൻ വീണ്ടും ചോദിച്ചു. നിർബന്ധമാണ്, അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പം അങ്ങനെ ഈ ആളുകളെ മുഴുവൻ ഒത്തൊരുമിപ്പിച്ച് ഇത്തരത്തിലുള്ളൊരു സന്തോഷത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രീ രാഘവ മാഷ മനസ്സ്, നേരത്തെ ബാലാജി പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ടോമി മാഷൊക്കെ ഇത് നടത്തേണ്ട സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതുപോലുള്ള ആളുകൾ കൂട്ടിയിരുത്തി സ്നേഹം നേരത്തെ എസ് പി പറഞ്ഞ 90 ഉണ്ടെങ്കിൽ അതെന്നുണ്ടെങ്കിൽ 90 ആക്കാം. അതുകൊണ്ട് ഞാനൊരു ദിവസം അതുകൊണ്ട് ഇതുപോലുള്ള സ്നേഹ സന്ദേശം, സ്നേഹ ബഹുമാനത്തോടു കൂടിയിരിക്കാനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും ജഗദീശ്വരൻ സാധിക്കുമാറാകട്ടെ. ദീർഘായുസ് ഇത് നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാട്ടിനു വേണ്ടി പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ സഹായിക്കുമാറാകട്ടെ. സ്നേഹ രാഘവ മാഷയുടെ നല്ല മനസ്സിനും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കൾ, നമുക്കറിയാം മക്കളൊക്കെ ഇപ്പം മൂത്തവൻ അമേരിക്കയിലാണെന്ന് പറഞ്ഞത്. ബാലാജി പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു. പക്ഷെ അമേരിക്കയിലായാലും കേരളത്തിലായാലും അവരെ അച്ഛനെ നോക്കാനും അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാനും അച്ഛൻ്റെ എല്ലാ മക്കളും കൂടെ ഞാൻ ചോദിച്ചു, 75 തികഞ്ഞോ? രാഘവമാഷിക്ക് ശരിക്കും 75 തികഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ എല്ലാ മക്കളും കൂടെ ഒത്തുചേരുകയാണ്. ഞങ്ങളുടെ ഭാര്യമാരും എല്ലാവരും മക്കളും എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ അച്ഛനൊരു സ്നേഹ സന്ദേശം, സ്നേഹ വായ്പ കൊടുക്കണം. അതിനു വേണ്ടിയുള്ളൊരു ദിനമാണ് 6-ാം തീയതി. അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലുള്ളൊരു സാഹചര്യം, സന്ദർഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ തയ്യാറായല്ലോ. ഇന്നത്തെ ആരെ മക്കൾ ഇതുപോലെ തയ്യാറാകില്ല. ഞാൻ സമയമില്ല, പക്ഷെ അതിന് സമയം കണ്ടെത്തിയ മക്കളെയാണ് അഭിനന്ദിക്കേണ്ടത്. ആ മക്കൾക്ക് നല്ല മനസ്സും നാടിനെ സ്നേഹിക്കാനും ഈ അമേരിക്കയിലായാലും ഇന്ത്യയിൽ ഏത് ഭാഗത്തായാലും ഇവർക്കൊക്കെ രാഘവ മാഷയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് നാടിനെയും സമൂഹത്തെയും നാട്ടുകാരെയും അച്ഛൻ്റെ കൂടെ സഹപാഠികളായി, സഹപ്രവർത്തകന്മാരായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ ഒരുമയോടുകൂടി കാണാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷയോ എന്താവശ്യമുണ്ടോ അതൊക്കെ നൽകാൻ രാഘവ മാഷയുടെ കാൽപ്പാടുകൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് സാധിക്കട്ടെ. അതിനവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് രാഘവ മാഷയുടെ ജീവിതം ഈ പ്രദേശത്തുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനും ഇനിയും ദീർഘായുസ് നൽകി സഹായിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും ഈ പരിപാടി രാഘവ മാഷോടൊപ്പം പങ്കെടുക്കാൻ മക്കൾ കാണിച്ച ആ മനസ്സിന് എല്ലാവിധ ആശംസയും പിന്തുണയും നൽകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പാളും പാലേരി ബാങ്കിൻ്റെ പ്രസിഡന്റുമായ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, രാഘവ മാഷിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് ഒരേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഉള്ള സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധം അന്നേ എനിക്കറിയാം. രാഘവ മാഷിൻ്റെ കുടുംബത്തെ, വന്ധ്യപിതാവിനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, ഞങ്ങളൊരു നാട്ടുകാരാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. രാഘവ മാഷിൻ്റെ പിതാവിൻ്റെ ഒരു അടുപ്പം, ഗവൺമെൻറ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഒന്നിച്ച് പഠനം പൂർത്തിയാക്കുന്നത്. പഠനം വടക്കുംപാട് ഹൈസ്കൂളിൽ പഠനം കഴിഞ്ഞ് മറ്റൊരു മേഖലയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോയി. തിരിച്ചു വന്ന് വടക്കുംപാട് ഹൈസ്കൂളിൽ തന്നെ അധ്യാപകനായി ഞാൻ ചേരുമ്പോൾ രാഘവ മാഷയുടെ അധ്യാപകനായിട്ടുണ്ട്. അതൊരു ഒരു 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 നിമിത്തമാണ്. ആ രീതിയിലാണ് രാഘവ മാഷും ഞാനും തമ്മിലുള്ള ബന്ധം വളർന്നു വരുന്നത്. പിന്നെ എവിടെയോ വെച്ച് രാഷ്ട്രീയമായി ഞങ്ങൾ രണ്ട് വഴികൾ തേടിയപ്പോൾ അന്നും രാഘവ മാഷയുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. ഒരു രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം മനുഷ്യത്വം, മനുഷ്യൻ തമ്മിലുള്ള സ്നേഹബന്ധം അത് കാത്തു സൂക്ഷിക്കുന്നതിൽ
രാഘവ മാഷിന് നല്ല ബോധമുണ്ട്, കഴിവുണ്ട്. അത് ഞാൻ ഇന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. KSSPU എന്ന സംഘടനയിൽ രാഘവ മാഷ് എൻ്റെ നേതാവാണ്. സംസ്ഥാന കമ്മിറ്റി മെമ്പറായ രാഘവ മാഷ് എന്നല്ല പറയുക, KVR എന്നാണ് വിളിക്കൽ. KVR എന്ന ആ 3 അക്ഷരം എൻ്റെ മനസ്സിൽ എന്നും ഞാൻ സൂക്ഷിച്ചു വെക്കും. ഈ ഒരു ധന്യമുഹൂർത്തം ഇവിടെ സംജാതമാക്കിയ KV രാഘവൻ മാഷുടെ എൻ്റെ പ്രിയപ്പെട്ട KVRൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്കുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൊയിലാണ്ടി താലൂക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് രാഘവൻ മാഷ് അവിടുത്തെ ഡയറക്ടറാണ്. ബഹുമാനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രഗത്ഭ നേതാവുമായ ശ്രീ PJ തോമസ്. 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീ രാഘവ മാസ്റ്റർ, അതിനുള്ള ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ തീർച്ചയായും പങ്കുചേരുകയും രാഘവ മാഷ് ഇനിയും ദീർഘകാലം ഈ നാടിനു വേണ്ടിയും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുന്നു. രാഷ്ട്രീയമായി വളരെയധികം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം എൻ്റെ സൊസൈറ്റി പ്രസിഡൻ്റായിരുന്നപ്പോൾ എനിക്ക് വിശ്വസിച്ച് ഏതൊരു കാര്യവും ഏൽപ്പിക്കാവുന്ന, ഒരിക്കലും പുറകിൽ നിന്ന് കുത്താത്ത ഒരു നല്ല സഹപ്രവർത്തകനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിന് അദ്ദേഹത്തോട് ഹൃദയംഗമായ നന്ദിയും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും ദീർഘായുസ് സർവശക്തനായ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യനും ആരാധ്യനുമായ ശ്രീ VK നാരായണ നെടുവടി മാഷ്. ബഹുമാന്യ അധ്യക്ഷൻ, 75ാം വയസ്സിലേക്ക് കടക്കുന്ന രാഘവ മാഷ്, പ്രിയമുള്ള രാഘവ മാഷിൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ രാഘവ മാഷ് ആദ്യം പരിചയപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീദേവിയിലൂടെ. ഞാൻ മാഷ വീട്ടിൽ പോയി അങ്ങനെ മാഷെ കാണുകയും കല്യാണത്തിന് വന്നില്ല. അപ്പോൾ അവിടം തൊട്ട് തുടങ്ങിയ ആ സ്നേഹബന്ധം, കുട്ടികളാണെങ്കിലും കിരണായാലും പ്രിയ ആയാലും ആനന്ദകൃഷ്ണനായാലും ജയകൃഷ്ണനായാലും എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പുണ്യപ്രവൃത്തി, അതായത് അച്ഛനെ 75ാമത്തെ വയസ്സിൽ ആദരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് അവരെ ഒരു ബഹുമാനത്തോടു കൂടി ബിഗ് സല്യൂട്ട് എന്ന് കണക്കാക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് രാഘവ മാഷ്. രാഘവ മാഷ് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ രാഘവ മാഷ് വലിയൊരു ബഹളങ്ങളില്ലാത്ത, ഇപ്പം രാഘവ മാഷ് 75ാം പിറന്നാൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിള്ളേർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ. ഇപ്പം അങ്ങനെയൊന്നും ഇപ്പം ആരായിരുന്നൂടെ പറഞ്ഞു കഴിഞ്ഞിപ്പം പിള്ളേർക്കൊന്നും അങ്ങനത്തെ ഒരു സ്നേഹമായി ഇപ്പം അച്ഛന്മാരെ അമ്മമാരെ ഒന്നും ആദരിക്കണമെന്നൊന്നും ആർക്കും തോന്നലില്ല. അപ്പം ഇത്രയും പേരെയൊക്കെ വിളിച്ചിരുത്തി ആദരിച്ചത് മാഷ ഭാഗ്യമായിട്ട് മാഷിക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇനിയും കൂടുതൽ വർഷങ്ങൾ മാഷിക്ക് ജീവിക്കാൻ കഴിയട്ടെ. മാഷിക്ക് 90 വയസ്സുള്ളപ്പോൾ ഞാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അടുത്ത 90ാം വയസ്സിൽ എന്നെ വിളിക്കണം എന്നൊന്നും പറയുന്നില്ല. ഇനിയും നമുക്ക് കാണാം. നമുക്ക് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാവും. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും നല്ലത് തന്നെ ഈ കുടുംബത്തിലേക്ക് നല്ലത് തന്നെ വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. രാഘവ മാഷ് മക്കളുമായി നേരിട്ട് പരിചയമില്ല. അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുവാൻ രാഘവ മാഷ മകനാണ്. 6-ാം തീയതി വൈകുന്നേരം വീട്ടിൽ വരണം. അച്ഛനെ 75 വയസ്സിൽ തികയാൻ പോവുകയാണ്. ഞങ്ങൾ മക്കളൊക്കെ ഒത്തുകൂടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു പരിപാടി നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് സംബോധന ചെയ്ത് പറഞ്ഞത്. അതായത് രാഘവ മാഷെക്കുറിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 50 വർഷത്തിലേറെ കാലം പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് രാഘവ മാഷ്. രാഘവ മാഷും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധം 10 വർഷമായിട്ടാണ്.
മുമ്പ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാനും ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി നേരത്തെ കുഞ്ഞന്ത മാഷ് പറഞ്ഞതുപോലെ KSSP എന്ന് പറയുന്ന സർവീസ് പെൻഷൻകാരുടെ ഐക്യപ്രസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ നേതാവ് എന്ന നിലയിൽ രാഘവ മാഷുമായി വളരെ അടുത്ത ബന്ധം പ്രവർത്തിക്കും. രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമാറാകട്ടെ, അതിന് ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങ് സംഘടിപ്പിച്ച മക്കളെ അഭിനന്ദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കും. ഉന്നത സ്ഥാനത്ത് പരിലസിക്കുന്ന നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, എൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം ഈ കൂട്ടത്തിലുള്ള ആൾക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, ഇവിടെ കയറി ഇതിനു മുമ്പ് സംസാരിച്ച ആൾക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒന്നുമല്ല. അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. KV രാഘവൻ മാഷുമായിട്ടുള്ളൊരു സൗഹൃദം ഒരു വ്യാഴവട്ടക്കാലമായിട്ട് ഞങ്ങൾ KSSP എന്ന് പറയുന്ന സംഘം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ ഇങ്ങനെയുള്ള ഒരു ഉദാത്തമായ ഒരു അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കുന്നതിനുള്ള അവസ്ഥ സംജാതമാക്കിയതിനും അവരോടും സാറിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈ വേദിയിൽ വെച്ച് തന്നെ ഒരു നവതി ആഘോഷം സാറ് നടത്തട്ടെ, എനിക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് പിരിയണം. അതിന് മുമ്പായി ഉപഹാരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ശിഷ്യനാണ്, 10 വർഷം പഠിച്ചതാണ്, തോമസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. ബഹുമാനായ സുശി ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാവിധ ആശംസകളും ഇനിയും ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. രാഘവമാഷന് നന്ദി പറയണം. മിക്ക ആളുകളെയും പരിചയമുണ്ട്, രാഷ്ട്രീയമായിട്ടും മറ്റു രീതിയിലൊക്കെ പരിചയമുള്ള ആളുകളാണ്. രാഘവമാഷായിട്ട് ഉള്ള ബന്ധം ഏകദേശം KSSPയുടെ ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ 10 വർഷമായുള്ള ആ ബന്ധമാണ്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഒന്നിച്ച് ആവശ്യമുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇനിയും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. രാഘവൻ മാഷിക്ക് ഇനിയും മറ്റുള്ളവരുടെ കൂടെ പ്രവർത്തിക്കാൻ ആയുസ്സുണ്ടാകട്ടെ എന്നും ഇത് സംഘടിപ്പിച്ച മക്കളോട് ഇവരെയൊക്കെ വളരെ ചെറുപ്പത്തിൽ എടുക്കുകയാണെന്ന് ഒന്നിച്ച് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർക്ക് ആശംസകൾ എത്തിച്ചുകൊണ്ട് ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ ഒരുപാട് മാനസിക പ്രയാസം അനുഭവിച്ചിരിക്കുന്നു. കാരണം 2 ദിവസമായിട്ട് ഈ പന്തലിവിടെ ഇങ്ങനെ കെട്ടിയ അവസരത്തിൽ ഇതിൽ പോകുന്നവരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്താ ഒരു പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം കുട്ടികൾ ആരോടൊക്കെ പറഞ്ഞു എന്തൊക്കെ സ്ഥിതി, പിന്നെ എത്ര അവരോട് പറഞ്ഞതിനെ കുറിച്ച് ഒന്നൊരു പൂർണ്ണ രൂപം എനിക്കുന്നില്ല. ഒരു 10-15 ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് തന്നെ എൻ്റെ ഫോണിൽ 2, 3, 4, 5 പ്രാവശ്യമൊക്കെ വെളിയിൽ വന്ന ആളുകളാണ്, അങ്ങോട്ട് വിളിച്ച ആളുകൾ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ നോക്കിപ്പോയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത ആൾക്കാരുടെ തീരത്ത് വെച്ചുകൊണ്ടാണ് വിളിച്ചത്. ഒരുപാട് ആളുകളോട് പറയാനുള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല ആരോട്, എല്ലാവരും മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. അതിൽ പിന്നെ 1-2 ആൾക്കാർ പിന്നെ വിളിച്ച് 3-4 ആൾക്കാർ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ സ്ഥലത്തില്ല, ഞാൻ തിരുവനന്തപുരത്തുള്ളത്. TP രാമകൃഷ്ണൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് MLA, അദ്ദേഹം തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല, നാളെയും മറ്റന്നാൾ അങ്ങെത്തും എന്ന് വിളിച്ചു പറഞ്ഞു.
മറ്റൊന്ന് എ കെ പെരുന്നാൾ മാഷ് ഒന്നിച്ച് ജോലി ചെയ്ത മാഷാണ്, എന്നെ പഠിപ്പിക്കുകയും ചെയ്ത മാഷാണ്. അദ്ദേഹത്തിന് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ട് വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ആള് സംസാരിച്ച ആൾക്കാരൊക്കെ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞുള്ളൂ. മോശപ്പെട്ട കാര്യം ആരും പറഞ്ഞില്ല. അതെന്താണ് എന്നെനിക്ക് മനസ്സിലായില്ല. മോശപ്പെട്ട കാര്യം പറഞ്ഞിട്ട് എന്നെ നന്നാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ശരിക്ക് അത് ആരും ചെയ്തില്ല എന്നുള്ളൊരു സൂചനയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ടീച്ചറെ നന്ദിയുണ്ട്. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ ഞാൻ സ്വീകരിക്കുന്നു. ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു സാമ്പത്തികമായ ക്രമക്കേടോ അല്ലെങ്കിൽ അതുപോലെ മോശപ്പെട്ട അഭിപ്രായമോ ഉണ്ടാക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എൻ്റെ മനസ്സിലുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമേ ഞാൻ സംഘടിപ്പിക്കാറുള്ളൂ. ചീത്തപ്പേര് വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ രംഗത്ത് ഞാൻ ഉണ്ടാകില്ല, ഞാൻ മാറിക്കഴിയും. ഒരു ചീത്തപ്പേരുമില്ലാത്ത രീതിയിൽ എല്ലാം തുറന്ന ഒരു പുസ്തകം എന്ന നിലയ്ക്ക് തുറന്ന മനസ്സോടുകൂടിയുള്ള പ്രവർത്തനത്തിന് മാത്രമാണ് ഞാൻ മുതിരാറുള്ളത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇപ്പം ഒരു വലിയ ബാധ്യത ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു തുറന്ന പുസ്തകമാണ്, പൊളിച്ചു വെക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനിയും അങ്ങനെയുള്ള പ്രവർത്തനത്തിന് നിങ്ങളൊക്കെ പൂർണ്ണമായ സഹായ സഹകരണം ഉണ്ടാകണം. ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിച്ചവരുടെ നല്ല വാക്കുകൾ, അതുപോലെ ഇതിനുവേണ്ടി പങ്കെടുത്ത ആൾക്കാരുടെ എല്ലാ ആൾക്കാരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. നമുക്ക് ഇനിയും കണ്ടുമുട്ടാം, ഇനിയും പല വേദികളിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് എന്നെ അനുഗ്രഹിച്ച, എന്നെ ആദരിച്ച അല്ലെങ്കിൽ ബഹുമാനിച്ച, നല്ല വാക്കുകൾ സംസാരിച്ച, സമ്മാനിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ കുട്ടികളാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞില്ല. 4 പേരും അവരുടെ ഒരാളുടെ ഭർത്താവ് ഇവിടെ ഇല്ല, തമിഴ്നാട്ടിലെ ജോലിയാണ്. ബാക്കിയുള്ള കുടുംബം ഇവിടെയുണ്ട്, ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. എല്ലാവരും ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ ആൾക്കാരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ജഗദീശ്വരൻ ഒരുപാട് ദീർഘായുസ് രാഘവ മാഷ് നൽകട്ടെ. ഇതുപോലെ തന്നെ ആയുരാരോഗ്യത്തോടു കൂടി രാഘവ മാഷ് നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് ഇനി നമുക്ക് ഭക്ഷണ കാര്യത്തിലേക്ക് നടത്താം.